This is the biggest mall in India. And ഞാൻ ഇന്ന് ഇവിടെയാണ് താമസിക്കാൻ വേണ്ടി പോകുന്നത്. From eating, sleeping, shopping and bathing എല്ലാം നമ്മൾ ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്കൊന്ന് ഒരു ദിവസം ഫുൾ ഇവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ ഇവിടുത്തെ സെക്യൂരിറ്റി എന്നെ പിടിച്ച് പുറത്താക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. വെൽക്കം ടു മൈ ന്യൂ ഹോം ഫോർ ദ ഡേ ഗൈസ്. മാളിപ്പോൾ തുറന്നിട്ടുള്ളൂ. നമ്മളാണ് ഇവിടുത്തെ ആദ്യത്തെ കസ്റ്റമേഴ്സ്. വേറെ ആരും വന്നിട്ടില്ല. അതെന്തായാലും നന്നായി, കാരണം ആൾക്കാർ കൂടുന്നതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് കുറച്ച് പരിപാടി ചെയ്യാണ്ട്. പല്ല് തേക്കലാണ് ഗൈസ് ഞാൻ ഈ പറഞ്ഞ പരിപാടി. ആൾക്കാർ മുന്നേ എങ്ങനെയാണ് ഗൈസ് മാളിന് പല്ലേക്കാം. അതുകൊണ്ട് ആരെങ്കിലും വരുന്നതിന് മുന്നേ ഞാൻ പെട്ടെന്ന് തന്നെ പേസ്റ്റ് ബ്രഷിലെടുത്ത് പല്ല് തേച്ച് ആരെങ്കിലും കണ്ട് എന്നെ പിടിച്ച് പുറത്താക്കുമെന്ന് എനിക്ക് പേടിയുണ്ടായിന്. പക്ഷെ എന്റെ പല്ല് തേപ്പിന്റെ സ്പീഡ് കാരണം ഒറ്റ മനുഷ്യൻ പോലും കണ്ടിട്ടില്ല. We successfully completed our first challenge. സോ പല്ലേപ്പെല്ലാം കഴിഞ്ഞുകൊണ്ട് എന്നെ ഭയങ്കര ഒരു ആശ്വാസം ഉണ്ട്. അതായത് എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം ആരെങ്കിലും കണ്ടിട്ട് പിടിച്ച് പുറത്താക്കുമെന്ന്. സോ നൗ വിത്ത് ദാറ്റ് ബീങ് ഔട്ട് ഓഫ് ദ വേ നമുക്ക് വന്ന പരിപാടിയിലേക്ക് എടുക്കാം. ഞാൻ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് മര്യാദക്കൊന്നും കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇന്ന് ഒരു ദിവസം മൊത്തം എടുത്തിട്ട് മൊത്തം എക്സ്പ്ലോർ ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ വയറ് കിടന്ന് അലറുന്നുണ്ട് ഗൈസ്. ഇതുവരെയായിട്ട് ഒന്നും കഴിച്ചില്ല. സമയം 10 മണിയാവാനായി. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഫുഡ് കോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പം ഭൂരിഭാഗം ഷോപ്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആയിട്ടുള്ളതെല്ലാം റൈസ് ആൻഡ് നൂഡിൽസ്, ചിക്കിങ്, KFC. രാവിലെ തന്നെ എങ്ങനെ ഇതെല്ലാം അടിച്ച് കയറ്റാൻ. എനിക്കാണെങ്കിൽ ഇതെല്ലാം പയമ്പരിയും ചായയോ അങ്ങനെ എന്തെങ്കിലും മതിയേനു. പക്ഷെ അതൊന്നും ഇവിടെ കിട്ടുമോ തന്നെ അറിയില്ല. എന്നാലും നമുക്ക് തപ്പാ ഏതെങ്കിലും ചെറിയ എന്തെങ്കിലും സംഭവം കിട്ടുന്ന ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഫുഡ് അടിക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. അങ്ങനെ ചായയും പഴമ്പരി ഇവിടെ എവിടെയെങ്കിലും കിട്ടുമോ നോക്കി നടന്നപ്പോഴാണ് വേറൊരു ഷോപ്പ് എന്നെ കണ്ണപ്പെട്ടത്. അവിടെ ഒരു ഷോപ്പാണ് കേട്ടാ, ഊട്ടൂര് അങ്ങനെ എന്തെല്ലാം ആണ്. പ്യൂർ വെജ് എന്നുള്ള ഏതിന് എനിക്ക് തോന്നുന്ന ആടെ വടയ ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ ആടെ എന്താണുള്ളത് അത് വാങ്ങി കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നത്. ലെറ്റ്സ് ഗോ. ഈ ഒരു ഷോപ്പ് കണ്ടിട്ട് എനിക്ക് നല്ല സന്തോഷമായിരുന്നെങ്കിലും അവിടുത്തെ മെനു കാർഡ് കണ്ടപ്പോൾ ആ സന്തോഷം എല്ലാം ഇല്ലാണ്ടായി. 100 റുപ്യ താഴെയൊന്നും ഇല്ലാടാ. ഞാൻ വെച്ച് 35 റുപ്യക്ക് മസാല ദോശ എന്നാണ്. ഇത് സാധാ ദോശയാ. അത് ഒന്ന് തുടക്കം തന്നെ ചെറുതായിട്ടൊന്നും പണിവാളീന്. ഞാൻ 100 റുപ്യ താഴെ കിട്ടുന്ന വെച്ചിട്ടാണ് ഇവിടുന്ന് ദോശ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങാന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ ദോശ ഓർഡർ ചെയ്ത് സാധാ ദോശക്ക് 110 റുപ്പീസ് ആയിരിക്കാണ്. മാളിലെല്ലാം എക്സ്പെൻസീവ് ആയിരിക്കും സാധനം എന്ന് അറിയാം. എന്നാലും ഒരു ദോശക്ക് 110 റുപ്യ ലേശം അധികം പോലെ തോന്നുന്നത്. അത് പോട്ടെന്ന് വിചാരിക്കാം. ഞാൻ അതെടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് വേറൊരു ഷോപ്പുണ്ട്. ഇവിടെ ചായ് എന്ന് പറഞ്ഞാൽ ആടെയാണെങ്കിൽ ചായയും പപ്സ് എല്ലാം ഉണ്ട്. അതായിരുന്നു ലാഭം. 50 റുപ്യക്ക് കാര്യം തീർന്നതിനെ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെ ഈ സാധനത്തിൽ കീക്കി അടിക്കുന്നവരെ കാത്തിരിക്കാം. ദോശ തിന്നാം. കുറച്ച് കഴിയുമ്പോൾ തന്നെ സാധനത്തിൽ കീക്കി അടിച്ച് ദോശ നമ്മളെ കൈ കെട്ടി. ഞാൻ പറഞ്ഞ എല്ലാം തിരിച്ചെടുത്തിട്ടാ. ഈടത്തൊരു സാധാ ദോശ നമ്മളെ നാട്ടിലെ 2 നീറോസ്റ്റിന്റെ ബണ്ണുണ്ട്. പിന്നെ 110 റുപ്യ ആവേണ്ട എങ്ങനെ ഇരിക്കാനാണ്. അതിൻ്റെ കൂടെ നമുക്ക് സാമ്പാറുണ്ട്, ചട്നിയുണ്ട്. ഇനി നമുക്ക് 110 റുപ്യന്റെ ദോശ ടേസ്റ്റ് ടെസ്റ്റ് ടൈമാണ് ഗൈസ്. ലേശം ചൂടും കൂടെ ഉണ്ടായിരുന്നു. നല്ല ഞാൻ ചൂട് ലേശം പറഞ്ഞു. സാമ്പാർ, ചട്നി. 110 റുപ്യന്ന് വെച്ചിട്ട് ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല. സാധാരണ ദോശ തന്നെ, വണ്ണത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ആൻഡ് ബൈ ദ വേ ഗൈസ്, ഞാനിവിടെ വന്നതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഇത് ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് മാളാണ് സമ്മിച്ച്. പക്ഷെ സൈസിൽ മാത്രമല്ലല്ലോ കാര്യം. ഈ ബിഗ്ഗസ്റ്റ് മാള് വൺ ഓഫ് ദ ബെസ്റ്റ് മാൾസ് ആണെന്നും എനിക്കറിയണം. അതുകൊണ്ട് ഞാൻ ഡിഫറെന്റ് കാറ്റഗറീസിൽ ഈ ഒരു മാളിൽ നിന്ന് റേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. വൺ ഓഫ് ദം ബീങ് ഹൈജീൻ. ഓൾറെഡി അതിന് ഞാൻ 5 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ആ ബാത്റൂം എന്താണ് ഏതെല്ലാം 5 സ്റ്റാർ ഹോട്ടലിലെ ബാത്റൂം പോലെ ഉണ്ടായിരുന്നു. ഇനി ഫുഡിന്റെ കാര്യം, അത് ഇന്നത്തെ മൊത്തം ഫുഡ് അടിങ് കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും നല്ലത്. പറഞ്ഞ ദോശയും തീർന്ന് എന്റെ വിഷമം മാറി. നൗ ഇറ്റ്സ് ടൈം ഫോർ എക്സ്പ്ലോറേഷൻ. ഈ ഒരു മോളില് ബാങ്കും ജ്വല്ലറി ഷോപ്പും ഉൾപ്പെടെ ഇഷ്ടം പോലെ ലക്ഷറി ബ്രാൻഡുകളുടെ ഷോപ്സ് ഉണ്ട്. ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്യുന്നത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റൂല. ബട്ട് സ്റ്റിൽ ഐ ആം ഗോണ എൻ്റർ എവറി ഷോപ്പ് വൺ ബൈ വൺ. ആദ്യം തന്നെ ക്രോക്സ് തുടങ്ങാം. ഇതില് നമ്മളിങ്ങനെ ഇതിന്റെ മേലെ വെക്കുന്ന സാധനമുണ്ട്. ആ ഉണ്ട്. അപ്പോൾ നല്ല സാധനം എന്താ വെക്കുക? ആ പിസ്സ എടുത്തോ. പിസ്സ രസമുണ്ട്. പൈസ ഉണ്ട്. എടാ ഇതെന്താ? ഇതിന് 399. ഇതിനാ എവിടെ നിന്ന് എടുത്തത്? പൈസ കേട്ടപ്പോൾ ആ സാധനം അവിടെ തന്നെ തിരിച്ചു വെച്ചിട്ട് നമ്മൾ ഇറങ്ങി. പൈസ അത് വാങ്ങിയെങ്കിൽ വൻ കോമഡി ആയിട്ടുണ്ടാവും. എൻ്റെ ഈ ചെരുപ്പിന് ഞാൻ 300 റുപ്യ കൊടുത്തിട്ടുള്ളൂ. ആ ഒരു സാധനം കുത്തുന്നതിന് 400 റുപ്യ. തക്കാളി പെട്ടിക്ക് ഗോദ്രേജ് പൂട്ടിട്ട് അവസ്ഥയാവുന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും നമ്മളെ തളർത്താൻ വേണ്ടി പറ്റൂല. വെച്ച കാലം മുന്നോട്ട് തന്നെ. ക്രോക്സിന് ശേഷം അടുത്ത ഷോപ്പുകളിലേക്കായി നമ്മൾ നടത്തും. അഡിഡാസ്, ക്രോസ്വേർഡ്, A6 അങ്ങനെ ഓരോ ഷോപ്പ് വീതം കയറി. എന്തിനു പറയുന്നത് 400 റുപ്യക്ക് ഈ ഒരു സാധനം വാങ്ങാൻ പറ്റാത്ത നമ്മള് ഐപാഡും മാക്ബുക്കും വരെ കയറി യൂസ് ചെയ്ത് നോക്കി. അങ്ങനെ ഷോപ്പുകളിലെല്ലാം കയറി വെറുതെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയത്. ഈ ഒരു സിസ്റ്റം ഹൗസ് ഓരോ മാളിൽ പോകുമ്പോൾ കാണാന്നല്ലാണ്ട് ഇതുവരെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. അതിനുള്ളിൽ കയറി ഒന്നും വാങ്ങാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇത്തവണ എന്തായാലും ഇവിടെ വൈകുന്നേരം വരെ നിൽക്കുന്നില്ലേ, കയറിയിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കയറി നോക്കാം ഗൈസ്. ഇതുവരെ ഞാൻ കയറിയ ഷോപ്സ് പോലെ അല്ല ഗൈസ്. ഇത് ലേശം സ്റ്റാൻഡേർഡ് ഷോപ്പാണ്. ഞാൻ ഇതുവരെ കയറാത്ത സ്ഥലം. അതുകൊണ്ട് ചെറുതായിട്ട് ടെൻഷൻ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ച് ഞാൻ ഫുള്ള് ധൈര്യം സംഭരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറി.
വാച്ച് നോക്കാൻ അങ്ങനെ ഇന്ന ബ്രാൻഡൊന്നും ഇല്ല. അത് കേട്ടപ്പോൾ തന്നെ ഒരിക്കൽ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വാച്ച് വാങ്ങാനല്ല വെറുതെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഓരോ വാച്ച് കണ്ടപ്പോഴത്തേക്കും എൻ്റെ കിളി പോയി ഗൈസ്. ബൈ ദ വേ നിങ്ങൾ ഇതുവരെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ലെങ്കിൽ 3000 ഒക്കെ വാച്ച് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 6000 5000 10,000 ഒക്കെ നല്ല അടിപൊളി വാച്ചസ് ഉണ്ട്. ഞാൻ അവിടെ നിന്ന് വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വാച്ചസ് വായി നോക്കിയതിന് ശേഷം ഞാൻ ഇറങ്ങി അടുത്ത്. ഈ വാച്ചസ് ഒന്നും വാങ്ങാൻ പറ്റാത്തയാണോ ഇത്രയും വലിയൊരു മാള് ഫുള്ള് ചുറ്റിക്കറങ്ങിയോണ്ടാണെന്ന് അറിയില്ല, വല്ലാത്ത ക്ഷീണം. സമയമാണെങ്കിൽ ഉച്ചയാവാൻ ചെയ്ത്. സോ അതുകൊണ്ട് ബാക്കിയുള്ള കറക്കം ഫുഡ് കഴിച്ചിട്ടാവാൻ തീരുമാനിച്ചു. ഞാൻ എവിടെ പോയാലും ഫുഡായിട്ട് കഴിക്കുന്നത് ഒന്നെങ്കിൽ പൊറോട്ടയും ബീഫും അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ ലുലു മാളിൽ വന്നിട്ട് ഒരു ചേഞ്ച് പിടിക്കാന്ന് വിചാരിച്ച് ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു സാധനം കഴിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ആൻഡ് ഹിയർ യു ഗോ ഗൈസ്. ഒരു വെറൈറ്റിക്ക് നമ്മൾ പിടിച്ചിട്ടുള്ള സാധനമാണ് ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി. വെറൈറ്റി പിടിക്കുന്നേ ഉള്ളൂ, പക്ഷെ ബിരിയാണി വിട്ട് വേറെ ഒന്നും പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ ഇതുവരെ തിന്നാത്ത ഈ ഒരു ദിണ്ടുകൽ തലപ്പാക്കട്ടി ബിരിയാണീൻ്റെ ടേസ്റ്റ് ടെസ്റ്റ് ആണ്. ആദ്യം ലേശം ഈ തൈര് എടുത്തിട്ട് ലേശം അച്ചാറടിക്കുക, ലേശം പപ്പടവും പൊടിച്ചിട്ട് ഇട്ടിട്ട് കുഴച്ചിട്ട് ഒരു പ്രത്യേകതരം ടേസ്റ്റൊന്നും തോന്നില്ല, ടേസ്റ്റേ തോന്നുന്നില്ല, വലിയ ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നില്ല. സാധാരണ ബിരിയാണി പോലെ തന്നെ. സാധാരണ ബിരിയാണീൻ്റെ മസാല മാത്രം കുഴച്ചിട്ട് തരുന്ന പോലെ ഉണ്ട്. ടോട്ടലി സ്കാംഡ് ഐ ഗസ്. ഇനി ഇതാണോ ശരിക്കുള്ളതെന്ന് എനിക്കറിയില്ല, ബട്ട് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ആദ്യം വായിലേക്ക് വെച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ലെങ്കിലും ഭയങ്കര വിശപ്പുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു സാധനത്തിന് ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ആടെ ഇരുന്നിട്ട് ആ ഒരു ബിരിയാണി മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി. പക്ഷെ തിന്ന് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ബാക്കിൽ ഒരു പണി ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷേ ഇടക്കിടന്ന് ഉറങ്ങാനാന്ന് എനിക്കറിയില്ല. ഇത്ര ആളെ ഇടയിലൊന്നും കിടന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റൂല. അത് മാത്രമല്ല ഗൈസ്, നമുക്ക് ഇനിയും കുറച്ച് പണിയുണ്ട്. എപ്പോൾ നമ്മൾ ഈ ഒരു മാളിൽ വന്നാലും, ഈ മാളല്ല ഏത് മാളിൽ പോയാലും നമ്മൾ ഒരു കുന്തവും വാങ്ങലില്ല. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല ഗൈസ്. ഇപ്രാവശ്യം എനിക്ക് എന്തെങ്കിലും വാങ്ങണം. നമ്മൾ ഇതുവരെ കയറിയെടുത്തൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങണം. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് ഞാൻ വീണ്ടും ഒരു വട്ടം കൂടി മാള് മൊത്തത്തിൽ ചുറ്റിക്കറങ്ങി. ആദ്യം നമ്മൾ കയറിയ ഷോപ്സിലെല്ലാം 50% ഓഫ് എന്നെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും സാധനത്തിലെല്ലാം തൊട്ടാ പൊള്ളുന്ന പൈസ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഈ സുഡിയോയിലൊക്കെ ഒന്ന് കയറി. പക്ഷെ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് ഫൈനലി കുറച്ച് നേരത്തെ തെരച്ചിലിന് ശേഷം വി ഗോട്ട് സംതിങ്. ഗൈസ്, നമ്മുടെ മാക്സിന് അങ്ങനെ ഒരു ഔട്ട്ഫിറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് നൗ ഇറ്റ്സ് ഗോയിങ് ടു ഗെറ്റ് ഇൻട്രസ്റ്റിംഗ് ഗൈസ്. നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ഇപ്പം തന്നെ ഇടുന്നതായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിലെല്ലാണെങ്കിൽ എന്താ ചെയ്യുക, കുളിച്ച് കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സ് മാറ്റാം. ഇവിടെ ഞാൻ അത് തന്നെയാണ് ഗൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതുവരെ ആരും ഇത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ചെറിയൊരു പേടിയിലുണ്ട് കേട്ടോ, പക്ഷേ ഒരിക്കൽ കൂടി എല്ലാ ധൈര്യവും സംഭരിച്ച് ഞാൻ ബാത്റൂമിലേക്ക് പോയി കുളിക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, ഇവിടെ പുറത്ത് മൊത്തം ആൾക്കാരാണ്. ഒരു ഷോർട്ട് ബാത്ത് അത്രയേ ഉള്ളൂ. ഈ ഒരു ബാത്റൂമിലാണെങ്കിൽ ഷവർ ഒന്നും ഇല്ല ഗൈസ്. സോ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ഒരു ജെറ്റ് സ്പ്രേ ഉപയോഗിച്ചിട്ടാണ് കുളിക്കാൻ വേണ്ടി പോകുന്നത്. ലുലു മാളിൽ ഒരു ചെറിയ കുളിയും പാസ്സാക്കി നമ്മളെ പുതിയ മാക്സിനെടുത്ത ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് ഞാനങ്ങ് ഇറങ്ങി. നമ്മൾ അത് ഫുൾ ഓഫ് ചെയ്ത് ഞാൻ സത്യമായിട്ടും എനിക്ക് ഇപ്പോഴും പേടിയുണ്ട്. ഇനി ഇതിന്റെ പുറകെ ആരെങ്കിലും വരുമെന്ന്. സത്യമായിട്ട് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടക്കാൻ എഗെയിൻ ഗൈസ്, നമ്മൾ മാളിൽ വന്നാൽ സാധാരണ ചെയ്യാത്ത സംഭവങ്ങൾ ഇന്ന് ചെയ്തിട്ടേ പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതുവരെ നമ്മൾ എപ്പോഴെല്ലാം മാളിൽ വന്നിട്ടുണ്ടോ ഒരു ഗെയിംസും കളിക്കലില്ല യൂഷ്വലി. പക്ഷെ ഇന്ന് പറ്റാവുന്ന അത്ര ഗെയിംസ് കളിക്കുന്നതായിരിക്കും. ആ ഒരു കുളി പാസ്സാക്കിയതിന് ശേഷം ഉറക്കവും പോയി, എക്സൈറ്റ്മെന്റും കൂടി. സോ ലെറ്റ്സ് ഡ്രിങ്ക് ദിസ് കോഫി ആൻഡ് ഗെറ്റ് ഓൺ വിത്ത് ദി ഗെയിം. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സുനാപ്പിളി കളിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇതുവരായിട്ട് എൻ്റെ ജീവിതത്തിൽ ഈ സാധനം ഞാൻ കളിച്ചിട്ടുമില്ല, കിട്ടിയിട്ടുമില്ല. ഓ ഓക്കെ, തുടങ്ങി. അയ്യോ, ഏതാ വേണ്ടേ? എനിക്ക് ഏതാ വേണ്ടേന്ന് പറ, കറക്റ്റ് എടുത്ത് തരും. കറുപ്പാ, കിട്ടി എടുക്ക്. ജസ്റ്റ് മിസ്സാണോ? ഞാൻ നിന്റെ ട്രൈ എടുക്കണേ. ആദ്യത്തെ സാധനം നമുക്ക് കിട്ടി. ഇനി സംഭവം മനസ്സിലായിരുന്നു. പക്ഷേ കാർഡിലെ പൈസ ഇരുന്നോണ്ട് നമ്മൾ ഇടുന്ന വിടുകയാണ്, അടുത്ത സ്ഥലത്തേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം അധികം സ്പെൻഡ് ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ നേരെ പോയത് ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ്. എപ്പോഴത്തേക്കും
അതുപോലെ തന്നെ ഒരു കാര്യമില്ലാണ്ട് വെറുതെ ആ ഒരു ട്രോളി എടുത്ത് ചുറ്റും നടന്ന് കുറെ ചോക്ലേറ്റ് എല്ലാം നോക്കി വെള്ളമിറക്കി ഒരു സാധനം വാങ്ങാണ്ട് നമ്മൾ തിരിച്ചറിയി. അപ്പത്തേക്കും രാത്രി ആയിന് കൈ സമയം. രാത്രിയായപ്പോ ഒരു മാള് കാണാൻ ഒന്നും കൂടെ കിട്ടില്ല. ലൈറ്റ്സ് എല്ലാം ഇട്ടിട്ട് നമ്മളെ കറക്കെല്ലാം കഴിഞ്ഞ് സമയം രാത്രി ഏകദേശം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഫുഡ് കഴിക്കേണ്ട ടൈമാണ്. ഉച്ച കഴിച്ച പോലെയല്ല ഗൈസ്, എനിക്ക് ഇപ്പൊ നല്ല വിശപ്പുണ്ട്, നല്ലോണം അടിച്ച് കയറ്റണം. ഈ ഒരു ആഗ്രഹത്തിൽ പാരകളിൽ പോയതാണ് ഗൈസ്. നോക്കുമ്പാടെ ഒടുക്കത്തെ തിരക്കും ബിരിയാണി തീർന്നു പോലും. എന്ത് പറയാനാ. പിന്നെ കുറച്ചൊരാടെ കാത്തു നിന്നിട്ട് പൊറോട്ടയും ബീഫ് റോസ്റ്റും നിന്ന് ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ്. അതിനെക്കാട്ടി കിടല ഓരോ സർവീസ് ആയിരുന്നു. ഇതുവരെ ഞാൻ പോയി എവിടെയും ഇത്ര കിട്ടിലും സർവീസ് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഫൈനലി പൊറോട്ടയും കഴിച്ച് ഡിന്നറും കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ഡേ അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ അവസാനിച്ചിട്ടില്ല. നമ്മൾ ഇനി ഇവിടെ നിന്ന് ചെയ്യുന്ന പറഞ്ഞ ഒരു കാര്യം ചെയ്തിട്ടില്ല ഗൈസ്. അതെന്താന്ന് വെച്ചാൽ ഉറങ്ങല്. അത് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഉറങ്ങാൻ പറഞ്ഞൊരു സ്ഥലമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ പൈസ കൊടുത്തിട്ട് ഇന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണെങ്കിൽ നമ്മൾ PVR ടിക്കറ്റ് എടുത്തിന് F1 മൂവിക്ക് വേണ്ടിയിട്ട്. ഞാൻ ഓൾറെഡി ആ ഒരു F1 കണ്ടതാണ്. ഞാൻ ആദ്യമായിട്ട് PVR കയറുന്നത് 240 കൊടുത്ത് PVR കയറിയിട്ട് ആദ്യത്തെ ഷോക്ക് തന്നെ ഉറങ്ങാനാണ് എൻ്റെ പ്ലാന്. പൈസ പോയാലും നമ്മൾ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കിയിരിക്കും. 10 മണിക്കാരൻ ഷോ 9:50 ലെറ്റ്സ് ഗോ. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ PVR കയറുകയാണ് ഗൈസ്. പക്ഷെ പറഞ്ഞിട്ടെന്താ, സിനിമ കാണാനല്ല, കിടന്നുറങ്ങാനാണ് എൻ്റെ വിധി ഗൈസ്. നമ്മളങ്ങനെ PVR കയറിയിട്ടുണ്ട്. F1 മൂവി തുടങ്ങി. സിനിമ കാണാവുന്ന വ്യാജന പൈസ കൊടുത്തിട്ട് ലുലു മാളിൽ കിടന്നുറങ്ങാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ബ്രാഡ് പിറ്റിനെ കുറച്ചു നേരം കൂടെ കണ്ടിട്ട് കിടന്നുറങ്ങാന്ന് വിചാരിക്കുന്നത്. നല്ലൊരു ഉറക്കം കിട്ടുമെന്നറിയില്ല, ബട്ട് ലെറ്റ്സ് ട്രൈ. ഉച്ചക്ക് മുതലുള്ള ഉറക്കവും നല്ല യാത്രാ ക്ഷീണമുള്ളതുകൊണ്ട് ഞാനൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓഫായി. ഗൈസ്, നമ്മളെ പടമെല്ലാം കഴിഞ്ഞ് ഞാൻ വിചാരിച്ച പോലെ 2.5 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ഉറങ്ങാൻ പറ്റില്ല. ഭയങ്കര സൗണ്ട് ആയിരുന്നു. പടം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ആസ് യു ക്യാൻ സീ മാള് പൂട്ടി. നമ്മൾ മാള് തുറന്ന് ക്ലോസ് ചെയ്യുന്ന വരെ ഇവിടെ തന്നെ കംപ്ലീറ്റ്ലി സ്റ്റേ ചെയ്ത്. അടുത്തത് ഞാൻ എവിടെയാണ് ഫുള്ളായിട്ട് ഒരു ദിവസം നിൽക്കേണ്ടത്? എയർപോർട്ട് 5 സ്റ്റാർ ഹോട്ടൽ. ലെറ്റ് മീ നോ ഇൻ ദി കമന്റ്സ്. നോക്കണേ, എന്തെങ്കിലും എനിക്കറിയില്ലേ. കുത്ത്